മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിൽ ആത്മവിശ്വാസം കൈവരിക്കാനാവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളോടൊക്കെ പലപ്പോഴും നാം ഉപദേശിക്കാറുണ്ട്, ആത്മവിശ്വാസമുള്ളവരായിരിക്കണം. എന്നാൽ സത്യത്തിൽ എങ്ങനെയാണ് ആത്മവിശ്വാസം കരഗതമാവുക? ആത്മവിശ്വാസം നേടാൻ ജീവിതത്തിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും പലരും ചോദിച്ച് നാം കേൾക്കാറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, വെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്നത് പോലെ വളരെ എളുപ്പം ഉള്ളം കൈയിൽ കോരിയെടുക്കാൻ കഴിയുന്നതല്ല ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അത് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണവും ഒരു പക്ഷേ ജീവിതത്തിൽ ഉണ്ടാകേണ്ട തനതായ അനുഭവങ്ങളുടെ അഭാവമാണ്. ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ആത്മവിശ്വാസം ഉരുത്തിരിഞ്ഞു വരുന്നത്. സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടില്ലേ? തന്റെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അടങ്ങിയ രേഖകൾ മുഴുവൻ തന്റെ വളർത്തുനായി തട്ടിയിട്ട ഒരു വിളക്കിൽ അഗ്നി പടർന്ന് മുഴുവൻ കത്തി നാശമായി പോയി. അതുവരെ തയ്യാറാക്കി വെച്ച മുഴുവൻ ശാസ്ത്രീയമായ രേഖകളും പഠനങ്ങളും അഗ്നിക്കിരയായിട്ടും ആ ജീവിയോട് മനുഷ്യ സഹജമായ സ്നേഹത്തോടെ ഇടപെടാൻ സർ ഐസക് ന്യൂട്ടന് സാധിച്ചു എന്നാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. ആ നായ്ക്കുട്ടിയെ തലോടി സ്നേഹത്തോടുകൂടെ ചേർത്ത് പിടിച്ചിട്ട് സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞു, സാരമില്ല, ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ പരിശ്രമങ്ങൾ തുടരണമെന്നാണ് ദൈവഹിതം. അതുകൊണ്ട് കൂടുതൽ ഉത്സാഹത്തോടും പരിശ്രമങ്ങളോടും കൂടെ ഞാൻ ഒരു വട്ടം കൂടി മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് സർ ഐസക് ന്യൂട്ടൻ തിരിച്ചറിയുകയാണ്. അത്രത്തോളം സഹിഷ്ണുതയും സഹനശേഷിയും ഒന്നും ഒരു പക്ഷെ നമ്മളിൽ പലർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ തന്റെ പരിശ്രമങ്ങളിലൂടെ നേടിയെടുക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് സർ ഐസക് ന്യൂട്ടനെ പ്രതീക്ഷ നിർഭരമായ ഒരു ചിന്തയിലേക്ക് ആനയിക്കുന്നത്. നേടുമെന്ന വിശ്വാസം മനസ്സിൽ ഉറച്ചാൽ പിന്നെ ഭയം നമ്മെ വിട്ടു പോയിക്കൊള്ളും. ഞാൻ നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പരാജയഭീതി നമ്മെ വിട്ട് മാറിപ്പോകാൻ ഇടയായിത്തീരും. മഴക്കാലം കടന്നു വരികയാണ്. ശക്തമായി മഴ പെയ്യുമ്പോൾ നാം കുട ഉപയോഗിക്കാറുണ്ട്. കുടയ്ക്ക് ഒരിക്കലും ആർത്തലച്ച് പെയ്യുന്ന മഴയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതിനുള്ള ശേഷി ആ കുടയ്ക്കില്ല. പക്ഷേ നാം നനയാതെ നിൽക്കാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന കുട നമ്മെ സഹായിക്കും. ആത്മവിശ്വാസം അതുപോലെയാണ്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുമെന്ന് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മവിശ്വാസമല്ല നമുക്ക് വിജയം തരുന്നത്. എന്നാൽ ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യന് തന്റെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന സകല പ്രതികൂലതകളെയും അതിജീവിക്കാനുള്ള കരുത്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആ കരുത്തിൽ നിന്നാണ് വിജയം കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ആത്മവിശ്വാസമുള്ള നല്ല വ്യക്തിത്വങ്ങളായി നമുക്ക് രൂപാന്തരം പ്രാപിക്കാം. ദൈവവിശ്വാസവും ഈശ്വരഭക്തിയും
നമ്മെ അതിന് ഏറെ സഹായിക്കുമെന്ന് മറക്കരുത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും ആത്മവിശ്വാസവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയിൽ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി